എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഷാൻ പോൾ ഗോദാർദാണ് പറഞ്ഞത് തിരക്കഥ കത്തിച്ചളയും എന്ന് പറഞ്ഞത്. ഗോദാർദിന് അത് പറയാൻ അവകാശമുണ്ട്. കേരളത്തിൽ ഒരു സംവിധായകന് അത് പറയാനുള്ള അവകാശമില്ല. കാരണം അവർ വളരെ ചിട്ടപ്പടിയുള്ള സിനിമകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഗോദാർദ് സിനിമയെ ബ്രേക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം മൊത്തം തിരുത്തി കളഞ്ഞു പുള്ളി. സിനിമയെ മാറ്റി പണിത ഒരാളാണ്. ഗോദാർദിന് അത് പറയാൻ റൈറ്റുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ സാൽവദോർ ഡാലിയുമായിട്ട് ചേർന്ന് ബിനുവേൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. 1929 തോന്നുന്നത്, ആൻ ആൻഡലൂഷ്യൻ ഡോഗ് എന്ന് പറഞ്ഞിട്ട്. അത് സർറിയൽ മൂവിയാണത്. അത് ഇന്നും കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. അതിൻ്റെ മൂന്നാമത്തെ ഷോട്ട് ഒരു കണ്ണിങ്ങനെ വിടർത്തി പിടിച്ച് കത്തി കൊണ്ട് കീറുന്നതാണ്. അതായത് നിങ്ങളുടെ കാഴ്ചാശീലങ്ങൾ ഞാൻ തകർക്കുകയാണ്, കീറി മുറിക്കുകയാണെന്ന് ഓഡിയൻസിനോട് പറയുകയാണ്. പക്ഷേ ഇത്രയൊക്കെ പഴക്കം എത്തിയിട്ട് മലയാള സിനിമയിൽ അത്രയ്ക്കുള്ള പരീക്ഷണങ്ങളൊന്നും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം വളരെ കൺവെൻഷണൽ രീതിയിലാണ് സിനിമ എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഡയലോഗുകളേ ഉള്ളൂ. നമുക്കുണ്ടായിരിക്കുന്നത് ആ ഒരു എന്താ പറയുക, സ്വയംവരം തൊട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ്റെ കുറച്ച് സിനിമകൾ, പിന്നെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് മെച്ചപ്പെട്ട സിനിമകൾ നമുക്കുണ്ടായത്. അതിനുശേഷം പിന്നെ ചെറിയ ചെറിയ അഡീഷൻസും ചില കൂട്ടിച്ചേർക്കലുകൾ, ചില ശ്രമങ്ങൾ, അത്രയൊക്കെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് മലയാള സിനിമയിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്ന പണികളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹിത്യമൊക്കെ എത്തിയ ഉയരങ്ങളിലേക്കൊന്നും അടുത്തെത്താൻ പോലും നമ്മുടെ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.